കെയറോസ് കനാലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ടെസയാണ്. നമ്മളൊരു പപ്പീനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഒരു പപ്പീനെ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ട് നമ്മൾ നോക്കി വെച്ചിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ മദർ ഡോഗ് എങ്ങനെയുണ്ടെന്നാണ്. പപ്പിയുടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പാണ് മദറാങ്ങി. നമുക്ക് ധൈര്യമായിട്ട് പപ്പീനെ എടുക്കാം. കാരണം പപ്പിയുടെ ഒരു 70-80% വരുന്നത് മദർ സൈഡിൽ നിന്നായിരിക്കും. ഫാദറും നല്ല ഡോഗായിരിക്കണം. അപ്പോൾ അത് നോക്കിയാണ് നമ്മൾ പപ്പീനെ സെലക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ തന്നെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒരു പോസ്റ്റ് കണ്ടാൽ തന്നെ ഞാനൊക്കെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മദർ ഡോഗ് എങ്ങനെയുണ്ടെന്നാണ്. കാരണം ആ മദറിൻ്റെ നല്ല പപ്പി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ മദർ ഡോഗിനെ വാച്ച് ചെയ്താൽ നമുക്കറിയാൻ പറ്റും ഇത് നല്ല പപ്പി ആയിരിക്കും. മദർ അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവും. അതിൻ്റെ സൈസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസ്, ഹെഡ് സൈസ്, അവരുടെ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് ആ മദറിൽ കണ്ടാൽ അറിയാൻ പറ്റും. ഫാദറും നല്ല ഡോഗായിരിക്കണം. ഇമ്പോർട്ടഡ് ഡോഗൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അറിയില്ലെങ്കിൽ തന്നെ ആരോടെങ്കിലും ചോദിച്ചാൽ അറിയാൻ പറ്റും എങ്ങനെയുണ്ട് ഫാദർ, അതിൻ്റെ ലൈൻസ് എങ്ങനെയുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ സർട്ടിഫിക്കറ്റ് ഒന്ന് അയച്ചു തരാൻ പറയാം, ഫാദറിൻ്റെയും മദറിൻ്റെയും. അപ്പോൾ നമുക്ക് അതിനകത്ത് നോക്കി തന്നെ അറിയാൻ പറ്റും അവരുടെ ഡോഗ്സ് ഏതൊക്കെ ഫേമസ് ഡോഗ്സൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടോ, ലൈൻസിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കൂടുതലായിട്ട് അതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ അവരുടെ ബ്രീഡിങ് എങ്ങനെയുണ്ട്, അതിൻ്റെ ഫസ്റ്റ് അല്ലെങ്കിൽ അതിന് മുന്നേ ലിറ്റർ ഇറങ്ങിയിട്ടുണ്ടോ, അതിനത്തെ പപ്പീസ് എങ്ങനെയുണ്ട്, അവരുടെ ഫോട്ടോ ഒക്കെ ഒന്ന് അയക്കാൻ പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതിനകത്ത് നല്ല പപ്പീസ് വീണാണ്. ഫീമെയിൽ മദർ സൈഡിൽ നിന്നായാലും ഫാദർ സൈഡിൽ നിന്നായാലും നല്ല പപ്പീസ് ഒരുപാട് വീണേക്കണേ അവരുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ പപ്പീനെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് നോക്കിയെടുക്കാൻ നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പി, കൈക്ക് കാലിന് ബെൻഡ് ഉണ്ടോ, വല്ല പാസ്റ്റ് ടേണൊക്കെ വല്ല കംപ്ലൈൻ്റ് ഉണ്ടോ, ടൈല് വല്ല പ്രോബ്ലം ഉണ്ടോ, നോസിനൊക്കെ കംപ്ലൈൻറ്റ്, നോസൊക്കെ നല്ല ഇതായിരിക്കണം, ആൾ നല്ല ആക്റ്റീവായിരിക്കണം, സ്കിന്നിന് വല്ല പ്രോബ്ലം ഉണ്ടോ, അതൊക്കെയാണ് അത്യാവശ്യം നോക്കി പപ്പീനെ എടുക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ മദർ ഡോഗാണ്. നല്ല മദർ ഡോഗാണെങ്കിൽ നമുക്ക് ബ്രീഡിങ്ങിനൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. കാരണം അവരുടെ ഡോഗ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് തന്നെ നല്ല മദറിൽ നിന്നായിരിക്കും നല്ല പപ്പീസ് വരുള്ളൂ. പുറത്തൊക്കെ വീഡിയോസൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഒന്നാമത്തേലും അവർ പുറത്ത് നല്ല ഫീമെയിലിൻ്റെ വീഡിയോസ് ഒന്നും കാണിക്കില്ല. അവർ മെയിൽ ഡോഗിൻ്റെ മാത്രമേ വീഡിയോസ് അവർ ഇട്ടുള്ളൂ. അവർ അപൂർവം ഇടയ്ക്ക് അവർ കാണിക്കുള്ളൂ. ഫീമെയിലിനെ കാണിക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ മെയിലിനെ വെല്ലണ ടൈപ്പ് ഫീമെയിൽ ഡോഗായിരിക്കും അവരുടെ സ്റ്റോക്ക്. അതാണ് പുറത്തുനിന്ന് വന്ന പപ്പീസുകളൊക്കെ നല്ല ബെസ്റ്റ് അടിപൊളി പപ്പീസുകൾ വരുന്ന മെയിൻ കാരണം. അപ്പം നിങ്ങൾ പപ്പീനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മദർ ഡോഗിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 70-80% മദർ സൈഡിൽ നിന്നായിരിക്കും തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഒരുപാട് ആൾക്കാർ നമ്മൾക്ക് ചോദിക്കുന്നത്, നമ്മൾ പപ്പി ചെറുതായിരിക്കുമ്പോൾ നല്ല ക്യൂട്ടായിരിക്കും, ആൾ വലുതാക്കി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയൊന്നുമല്ല തന്നെ. അതിൻ്റെ മെയിൻ പ്രോബ്ലം നിങ്ങൾ അതിൻ്റെ മദറിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ മദറിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ പപ്പി ഭാവിയിലേക്ക് എങ്ങനെ വരും എന്ന്. അപ്പോൾ മദർ സൈഡാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ ഒരു അനുഭവമാണ്. ഇനി മറിച്ച് അനുഭവമുള്ളവരുണ്ടാവും. നമ്മൾ വാച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായിക്കണത്, ഇത്രയും കാലത്തിനിടയ്ക്ക് മനസ്സിലായിക്കണ ഒരു സംഭവമാണ് നമ്മളിന്ന് പറഞ്ഞേക്കണേ. ഇത് നമ്മുടെ ഹീരയാണ്. ഇത് ടെസയുടെ 2nd ലിറ്ററിലെ ഒരു പപ്പീനെ നമ്മൾ ഹോൾഡ് ചെയ്തേക്കുന്നതാണ്. നമ്മൾക്ക് ബ്രീഡിങ്ങിന് വേണ്ടി എത്തിയേക്കുന്നതാണ്. ഇവള് ഭയങ്കര കളിയാണ്, ആള് ഹൈപ്പറാണ്. ആള് നമുക്ക് സെറ്റാക്കി എടുക്കണം. ഇനി ഇവിടെ ട്രെയിനിങ് ഒക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇവിടെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ആൾ കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അതൊന്നുമില്ല അവൻ്റെ കയ്യില്. അവിടെ
മസാജ് ചെയ്ത് മതി ആദ്യം നടക്കട്ടെ, കുഴപ്പമില്ല. ഏ